ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ ഗുരുവായൂർ പോയി. വെരി നെക്സ്റ്റ് ഡേ ഞാൻ മാഹിയിലേക്ക് വർക്കിന് പോവാണ്. അപ്പോൾ മാഹിയിലേക്ക് വർക്കിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ശരിയാക്കണം. ഏകദേശം ഒരു 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ, ഇതോ റൈറ്റ് സൈഡിൽ നല്ല വെയിലും ലെഫ്റ്റ് സൈഡിൽ നല്ല മഴക്കാറായിരുന്നു. പിന്നെ ആ പോയതാ ഗ്രാമവണ്ടിയിൽ നിന്നാണ് കേട്ടോ അതിൽ എഴുതിയിരുന്നത്, KSRTCയുടെ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഹെഡ്ലൈറ്റ് ശരിയാക്കാൻ പോവും. ഹെഡ്ലൈറ്റ് ശരിയാക്കിയിട്ട് വേണം പിന്നെ 2 പേരെ പിക്ക് ചെയ്യാൻ പോകണം. എന്നിട്ട് വേണം വർക്കിന് ഇറങ്ങാനായിട്ട്. അപ്പോൾ പോകുന്ന എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഹിയിലേക്കാണ്. അപ്പം ഞങ്ങൾ 4 ആളും പിന്നെ കുറേ ഡ്രംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വണ്ടിയിലുണ്ടാവുക. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ ദിവ 2 ആളും കൂടിയാണ് ഇത് ശരിയാക്കുന്നത് കേട്ടോ. നമ്മളുടെ നമ്മുടെ ഫോക്ക് ലാമ്പിൽ ഒട്ടും കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ ഒരു ഗോൾഡ് ഫിഷിനെ വളർത്താനുള്ള വെള്ളം ഉണ്ടായിരുന്നു. അത് ശരിയാക്കി അങ്ങനെ ഇവനെ പിക്ക് ചെയ്തു. ഇവനെ പിക്ക് ചെയ്യുമ്പോഴേ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. മരത്തിൽ നിറയെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ റംബൂട്ടാൻ ഇരുന്ന് വിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതും എനിക്ക് ഒരു കിലോ റംബൂട്ടാൻ വാങ്ങി തന്നു ഗൈസ്. ഞങ്ങൾ പിന്നെ അത് കഴിച്ച് പതുക്കെ പോയി. പിന്നെ ഞങ്ങൾ ബീച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ബീച്ച് സൈഡിൽ കൂടെ കുറച്ച് പോയി ചാവക്കാട് എത്തിയപ്പോൾ. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് റോഡിൽ ഇതും പണി നടക്കുവാണല്ലോ, ട്രാഫിക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അധികം. പിന്നെ നമുക്ക് ബീച്ച് കണ്ടും സുഖിച്ചും പോവാമല്ലോ. പിന്നെ നമ്മൾ ഏകദേശം ഒരു 4 മണിയാവാറായപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ കയറുന്നത് ഗൈസ്. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വ്യൂ, അതായത് ഫുഡ് കഴിക്കുന്നിടത്ത് നമ്മൾ ഇരുന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണിത്. നമ്മൾ ബീച്ചിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത്. അപ്പോൾ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്. അപ്പോൾ എല്ലാവരും ഊണാണ് കേട്ടോ പറഞ്ഞത്. അതിലൊരുത്തന് ഇപ്പം നോയമ്പായ കാരണം അവൻ നോൺ വെജ് കഴിക്കില്ല. ഞങ്ങൾ സൈഡ് ഡിഷായിട്ട് ചിക്കൻ 65 പറഞ്ഞു. അപ്പം നല്ല ഊണായിരുന്നു. അപ്പം 65 ഒക്കെ വന്നാൽ അത് കഴിച്ച് ഇവൻ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കപ്പലണ്ടി മിഠായി വന്ന് ഇവൻ വന്നിട്ടൊരു ട്രോളാണ്, അനുവിൻ്റെ കപ്പലണ്ടി മിഠായി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കപ്പലണ്ടി മിഠായിയൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ ഫോൺ നിലത്ത് വീണു ഗൈസ്. അപ്പോൾ ഒരു ട്രോളാണ്, അതും വീഡിയോ എടുക്കാൻ അവിടേക്കും ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് പിന്നെ വണ്ടി കയറി വീണ്ടും പൊട്ട് തൊട്ടിട്ടുണ്ടായി. പൊട്ടിപ്പോ കാണില്ല. എനിക്കൊരു സംശയം, ഒരു ടൂൺ അതേത് സിനിമയിലെ ഒന്ന് പറയണം. നോക്കടാ നോക്കണ വീണ്ടും നോക്കി. അതല്ല ഐഫോൺ എന്താ ചേട്ടൻ ലോറിയിൽ കയറിക്കണെന്ന് അറിയോ? ആ ചേട്ടൻ ലോറിയിൽ കയറിക്കണത് എന്തേന്നറിയോ? എന്തിനാന്ന് ഇറങ്ങാൻ വേണ്ടി കയറിയതാ. അല്ലാണ്ട് ലോറി ചേട്ടൻ മേത്ത് കയറിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശവം ഒന്ന് വിളിക്കും. വണ്ടി ഓടിച്ചിരുന്ന തീ ഉപയോഗിച്ചാണോ മന്ദ ഉപയോഗിച്ചല്ല. നമ്മളിവിടെ ഷീറ്റ് ഇട്ടിട്ടും അതുപോലെ പൊളിഞ്ഞു വീണ്, ഷീറ്റ് ഇട്ടിട്ടും കോൺക്രീറ്റ് ഇട്ടിട്ടും അതും പൊളിഞ്ഞു വീണിട്ടുണ്ട്. അത്രയും മഴയാണ്, ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. സമയം എത്ര മണിക്ക് പുറപ്പെട്ടതാണ് ഞങ്ങള്? ഏകദേശം ഒരു 12 മണിക്ക് ഇറങ്ങിയതാണ് അവിടുന്ന്. ഇപ്പൊ സമയം എത്രയാടാ? സമയം 6:45. അങ്ങനെ ഞങ്ങൾ മാഹി എത്തിയപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി. കാരണം ഇവിടുന്ന് പെട്രോൾ അടിച്ചാൽ നല്ല ലാഭമാണ്. കുറച്ച് ഇവിടുത്തെ റേറ്റൊക്കെ കുറച്ച് വ്യത്യാസമാണ്, നമ്മുടെ ഇവിടത്തേക്കാൾ കുറവായിരിക്കും. പിന്നെ മറ്റേ ലിക്വറിനൊക്കെ നല്ല വില കുറവാന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നൈസായിട്ട് ഇവിടെയും കയറി. അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് അവർ രണ്ടും പുറത്തിറങ്ങിയൊന്നുമില്ല കേട്ടോ. അവർ എന്നെ ട്രോളുക, എന്തിനാ ഇറങ്ങിക്കുന്നതെന്ന് വല്ല ആയിരിക്കും എന്താവോ. അപ്പം ഞാൻ ചുമ്മാ ഇതുപോലെ വീഡിയോ എടുക്കും, ഇവരെന്ത് പറയും
ഞാൻ മൈൻഡ് ആക്കുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കുന്നില്ല, തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത്, അങ്ങനത്തെ സീനൊക്കെ. ഞാൻ എന്ത് ചെയ്തു, മനഃപൂർവ്വം എന്നാൽ ഞാൻ എടുക്കുവാടാന്ന് പറഞ്ഞ് എടുക്കുവാണ്. നീ തിരിഞ്ഞിരുന്നോ, എത്ര തിരിഞ്ഞിരുന്നാലും ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് എടുക്കുകയാണ് കേട്ടോ ആക്ച്വലി. അപ്പോൾ അവൻ എന്തേ പറഞ്ഞു വിൻഡോ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോൾ അപ്പോഴേക്കും വീഡിയോ കട്ടായിപ്പോയി ഗൈസ്. പിന്നെ ഞങ്ങൾ വർക്കിനെത്തിയപ്പോൾ ഏകദേശം നല്ല പോസ്റ്റായിരുന്നു എനിക്ക്. അവർക്കും പോസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അവർ പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ സത്യം പറയാമല്ലോ ഒരു വർക്കിന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി, നല്ലതുപോലെ ഉറങ്ങി വണ്ടിയിൽ. ഇന്നലെ 12 മണിക്ക് വർക്കിന് പോയോട്ടെ, ഇപ്പോഴാണ് തിരിച്ച് വരുന്നത്. നല്ല ടയർഡായി. ഞാൻ വിചാരിച്ചു വ്ളോഗ് പെട്ടെന്ന് അവസാനിപ്പോൾ ഞാൻ എടുക്കാനൊന്നും വയ്യ, ടയേർഡായി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പതുക്കെ വ്ളോഗ് നിർത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.